ഫസ്റ്റ് വന്ന് എന്ന് പറയുന്നത് അതിന്റെ ലെയേഴ്സ്. അതായത് നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ കാണുന്ന സാധനങ്ങളെല്ലാം മിക്കതും 1 ലെയർ ഒക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന നമ്മുടെ സ്റ്റോക്ക് പോട്ട് ആയിക്കോട്ടെ, നമ്മുടെ സോസ് പാൻ ആയിക്കോട്ടെ, അത് രണ്ടും 3 പ്ലൈ ആണ്. അതായത് 3 ലെയേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, 2 സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇടയിൽ നമ്മുടെ കാർബൺ സ്റ്റീൽ, അങ്ങനെ 3 ലെയർ ആയിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് പോട്ടും സോസ് പാനും വരുന്നത്. അങ്ങനെ 3 ലെയർ ഉള്ളത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫുഡ് ഈവൺ ആയിട്ട് കുക്ക് ചെയ്യാൻ, അതായത് അടുക്കി പിടിക്കാതെ ഒരു ഭാഗം മാത്രം കുക്ക് ആവാതെ എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തുള്ള ഫുഡും ഈവൺ ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാനും നമ്മളെ സഹായിക്കാനായിട്ട് ഇതിന് സാധിക്കും. അതുപോലെ തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത, ഇപ്പൊ എല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് കാണാം അതിനകത്ത് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയും ലെയേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിന് ടെമ്പറേച്ചർ ഒത്തിരി സമയം റീറ്റെയിൻ ചെയ്യിക്കാനായിട്ട്, അതായത് നിരത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു 3/4 വെച്ച് പാത്രത്തിലിട്ട് ആ ഒരു ഗ്യാസ് ഓൺ ആക്കി അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കുക്ക് ചെയ്താൽ മതിയായിരിക്കും. ബാക്കി ആ ഭാഗം നമ്മളുടെ ആ ചൂട് കൊണ്ട് തന്നെ ബാക്കി ആ 1/4 കുക്ക് ആവാനുള്ളത് തന്നെ കുക്ക് ആയിക്കോളും. സോ നെക്സ്റ്റ് നമ്മുടെ സോട്ട് പാൻ എന്ന് പറയുന്നത് 5 പ്ലൈ ആണ്. സോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആഡഡ് ലെയർ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം ഉണ്ട്. അതിനകത്ത് 5 ലെയർ ആണ് വരുന്നത്. 5 ലെയർ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഹീറ്റ് ഒത്തിരി നേരം റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എനർജി ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ സേവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വോക്ക് വരുന്നതാണെങ്കിൽ 7 പ്ലൈ, 7 ലെയേഴ്സിലാണ് വരുന്നത്. അതിനകത്തും ഫസ്റ്റ് ലെയറും ലാസ്റ്റ് ലെയറും വരുന്നത് 18/8 വരുന്നത്. അതായത് 18% ക്രോമിയം ആൻഡ് 8% നിക്കറിലാണ് ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത്. അത്രയും ലെയേഴ്സും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വോക്ക്. അതാണ് മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അത്രയും ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ. സോ നമ്മുടെ പ്രൊഡക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒന്ന് വൈറ്റ് ലോക്ക്, ഇനിയൊന്ന് ഒപ്റ്റി ടെമ്പറേച്ചർ. എന്താണ് വൈറ്റ് ലോക്ക് ചോദിച്ചാൽ നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കളർ, ടെക്സ്ചർ, ന്യൂട്രിയൻസ്, ഇത് എല്ലാം റീറ്റെയിൻ ചെയ്യിക്കാനായിട്ട്, നമ്മുടെ ഫുഡിൽ റീറ്റെയിൻ ചെയ്യിക്കാനായിട്ട് നമ്മളെ സഹായിക്കാൻ കഴിയും നമ്മുടെ പ്രൊഡക്റ്റിന്. അതായത് നിങ്ങൾ ആ ഫിഗർ ആ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളുടെ ഫുഡിന്റെ ജ്യൂസ് തന്നെയാണ് നമ്മളുടെ ഫുഡ് കുക്ക് ആവാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴത്തേനും എന്ത് പറ്റും, ഈ ഫുഡിനകത്തുള്ള ജ്യൂസ് വേപ്പർ ആവാൻ തുടങ്ങും. സോ ഈ വേപ്പറായിട്ട് തിരിച്ച് അതിന്റെ ആ ലിഡും നമ്മുടെ പാത്രവും തമ്മിൽ ഒരു ടൈറ്റ് സീലുള്ളത് കാരണം ഈ വേപ്പർ തിരിച്ച് അതിനകത്തോട്ട് തന്നെ കണ്ടൻസ് ആവുകയും നമ്മുടെ ഫുഡ് ആ നമ്മുടെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. സോ നമ്മളുടെ ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസും അതെല്ലാം തിരിച്ച് നമ്മുടെ ഫുഡിൽ നിന്ന് നഷ്ടപ്പെടാതെ നമ്മൾക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. സോ ഇതിനകത്ത് അത് മാത്രമല്ല, ലെസ് വാട്ടർ കുക്കിംഗ് പോസിബിൾ ആണ്. അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരു പാത്രത്തിൽ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വെജിറ്റബിൾസ് കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു അതിനേക്കാളും മുകളിലാണ് സാധാരണ നമ്മൾ നോർമൽ പാത്രങ്ങൾ എടുക്കുമ്പോഴത്തേനും കുക്ക് ചെയ്യും. ഇപ്പൊ മുട്ട പുഴുങ്ങാനാണെങ്കിലും ശരി, നമ്മൾ മുട്ടയുടെ മുകളിലായിരിക്കും വെള്ളം വയ്ക്കുക. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ ആ ഒരു ഈവൻ നമ്മളുടെ ഡെമോയിൽ കാണാറുണ്ട്, ഇപ്പൊ 2 ടേബിൾ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലെസ് വാട്ടർ പോസിബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഒപ്റ്റി ടെമ്പ് എന്ന് പറയുന്നത്. സോ ഒപ്റ്റി ടെമ്പ് ഇവിടെ നിങ്ങൾ കൺവെൻഷണൽ കുക്ക് വെയർ ബേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെന്റർ പോർഷൻ മാത്രം ഭയങ്കര ചൂടായിരിക്കും. പാത്രത്തിന്റെ അറ്റത്തോട്ട് വരുന്നതോറും നമുക്ക് ആ ചൂട് കുറഞ്ഞു വരും. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വറക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെന്റർ പോർഷൻ വേഗം എടുത്തിട്ട് പിന്നെ ബാക്കി അരുത്തുനിന്നൊക്കെ വീണ്ടും ഒന്നുകൂടി ഇട്ടിട്ട് കുറച്ചു നേരം കൂടി കുക്ക് ചെയ്യിക്കുന്നത്, അതെല്ലാം ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ നമ്മളുടെ കുക്ക് വെയർ ബേസ് എന്ന് പറയുന്നത് ഈവൻ ആയിട്ട്, അതായത് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് ആണ്. അത് ടെമ്പറേച്ചർ ഈക്വൽ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഈവൻ ആയിട്ട് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒത്തിരി നേരം റീറ്റെയിൻ ചെയ്യാനും സഹായിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് തന്നെ 0 ഓയിൽ കുക്കിംഗ് പോസിബിൾ ആണ്. അതായത് നമുക്ക് എണ്ണ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, എണ്ണ ഒഴിക്കാതെയാണ് നമ്മൾ സവോള ഇടുന്നതും എല്ലാം. എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ എണ്ണ ഒഴിച്ചതുകൊണ്ട് ഞാനിപ്പോ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും എനിക്ക് ആ 1 ടേബിൾ സ്പൂണിൽ നിന്ന് തന്നെ 13.5 ഗ്രാം ഓഫ്, അതും എന്റെ ബോഡിക്ക് ആവശ്യമില്ലാത്ത നോൺ എസെൻഷ്യൽ ഫാറ്റ് എന്റെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. സോ അത്രയും ഹെൽത്തി കുക്കിംഗ് നമുക്ക് പോസിബിൾ ആക്കി തരാനായിട്ട് നമ്മുടെ ക്യൂനിന് സാധിക്കും. നെക്സ്റ്റ്, സോ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു നമുക്ക് എണ്ണ സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിരുന്നു. സോ എണ്ണ എന്തോരം സേവ് ചെയ്യാം, ആ ഒരു റുപ്പീസ് നോക്കിയാൽ തന്നെ 16,200 റുപ്പീസ് നമുക്ക് അവിടെ 30 ഇയേഴ്സിൽ സേവ് ചെയ്യാം.
കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പൊ ഗ്യാസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക. കാരണം അതിന്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഹൈ ടെമ്പറേച്ചറിലിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻ ബി ആയിക്കോട്ടെ, വൈറ്റമിൻ സി ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നഷ്ടമാകും. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലോ ടു മീഡിയം ഹീറ്റ് തന്നെ മതിയാവും. ആ ഒരു ടെമ്പറേച്ചറിലിട്ട് ചൂടാക്കുന്നത് കൊണ്ട്, കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇതിന് ഒത്തിരി നേരം ചൂട് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുക്കാൽ ഭാഗമൊക്കെ നമുക്ക് ആ ഒരു എനർജിയിൽ ഇട്ട് കുക്ക് ചെയ്താൽ മതി. ബാക്കി കാൽ ഭാഗം നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ടെമ്പറേച്ചറിൽ തന്നെ കിടന്ന് നമ്മുടെ ഫുഡ് ആയിക്കോളും. സോ അങ്ങനെ നമ്മുടെ ഗ്യാസ് സേവിങ്സ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു 30 yearsൽ 86,400 rupees അവിടെ സേവ് ചെയ്യാം. ഇനി പുതിയ പാത്രങ്ങൾ വേണോ? ഡെഫിനറ്റ്ലി വേണ്ട. കാരണം നമ്മുടെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ക്വീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് വീട്ടിൽ ഒരു കറിക്ക് തന്നെ 100 പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ക്വീൻ മാത്രം മതി നമ്മുടെ കിച്ചണിൽ ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളും റീപ്ലേസ് ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ സേവിങ്സ് ഓഫ് 1.2 lakh നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് സോ ഇപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഇതിന് 30 years വാറന്റി കൂടെ ഉണ്ട്. സോ 30 year വാറന്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കൾക്കും കൂടി കൈമാറാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ക്വീൻ എന്ന് പറയുന്നത്. സോ സേവിങ്സ് മാത്രമല്ല, നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് അത്രയും എനർജിയുള്ള, നമുക്ക് ആ ഒരു ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസോടെ കൂടി നമുക്ക് കഴിക്കാനായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കും. സോ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ഹെൽത്തി